Hello, good morning. Welcome back to our English class. How are you? Is everyone fine? സുഖമല്ലേ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഹാഡ് യു ബ്രേക്ക്ഫാസ്റ്റ്? ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം ആണല്ലേ, നമുക്ക് PM1 എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ തീർന്ന അത്രയും പോർഷൻസ് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ 5ാം ക്ലാസ് ആണ്, എല്ലാവരും എന്ത് ചെയ്യുക, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്ത് പഠിക്കുക. ഓക്കെ, വർക്ക്സ് ഒക്കെ നമ്മൾ ചെയ്യിക്കുന്നത്, വർക്ക്സ് ഒത്തിരി ഇപ്പം ഒരു 2-3 ദിവസം അടുപ്പിച്ച് ആക്ടിവിറ്റീസ് ആണല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്ലാസ് എടുത്തു, അത് കഴിഞ്ഞു, പാഠം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷേ അതിന് ബാക്കിലുള്ള ആക്ടിവിറ്റീസ് ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ശരിക്കും ചെയ്ത് പഠിക്കേണ്ടത്. നമുക്ക് അത് എഴുതാനും വായിക്കാനും ഒക്കെയുള്ള പ്രാക്ടീസ് കിട്ടത്തുള്ളൂ. എല്ലാവരും സ്വന്തമായിട്ട് എഴുതുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ വർക്ക്സ് ആക്ടിവിറ്റി തന്നപ്പോഴത്തേക്കും മിസ് ചെയ്ത് ഞങ്ങൾ എഴുതാനുള്ളതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് എഴുതാനല്ലേ ആക്ടിവിറ്റീസ് തരുന്നത്, വേറെ പാരൻസിന് എഴുതാൻ വേണ്ടിയിട്ടാണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കുള്ള വർക്ക്സ് ആണ് കേട്ടോ. എൻ്റെ ആക്ടിവിറ്റീസ് ഏത് ടീച്ചേഴ്സ് തന്നാലും അത് ആർക്കുള്ളതാണ്, നിങ്ങൾക്കുള്ളത്. ഇനി പാരൻസിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയും. ഇല്ലാതെ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസും ആർക്ക് വേണ്ടി തന്നെയുള്ളതാണ്, കുട്ടികളായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യുക. ഓരോരുത്തരുടെ ആൻസേഴ്സ് എന്താ പറയുക, നെറ്റിൽ നിന്ന് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്, മിസ് അത് കണ്ടിരുന്നു. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് ഫോർ യു ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് സ്കിൽസ്. നമുക്ക് ലാംഗ്വേജിന് കുറച്ച് സ്കിൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? LSRW എന്ന് പറയും. എന്ത് പറയും? LSRW എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഈ LSRW, ഈ 4 സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ലെറ്റ്സ് ടോക്ക്, ലെറ്റ്സ് റൈറ്റ്, ലെറ്റ്സ് ലിസൺ, അങ്ങനെ കുറേ ഉണ്ട്. ലെറ്റ്സ് റീഡ് അല്ലെ, റീഡിങ് ഈസ് ഫൺ, അങ്ങനെ പറഞ്ഞ് നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ എല്ലാ സ്കിൽസും ഈ LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ഈ 4 സ്കിൽസും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നെറ്റിൽ നോക്കി എഴുതുമ്പോൾ, നിങ്ങളൊരു ഓൺലൈൻ ആൻസർ നോക്കി എഴുതുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ റൈറ്റിംഗ് അവിടെ കിട്ടുന്നുണ്ട്. റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് മാത്രം കിട്ടുന്നുണ്ട് അല്ലേ, അല്ലാണ്ട് നമ്മുടെ റൈറ്റിംഗ് സ്കിൽ, നമ്മൾ ആലോചിച്ച് എന്തെങ്കിലും എഴുതുന്ന സ്കിൽ അവിടെ കിട്ടുമോ? ഇല്ല. പക്ഷെ മറിച്ച് ഒരാൾ സ്വന്തമായിട്ട് ആലോചിച്ച് എഴുതുമ്പോൾ നമുക്ക് എന്തൊക്കെ സ്കിൽസ് കിട്ടും? ലിസണിങ്, നമ്മൾ ശ്രദ്ധിച്ചു, ക്ലാസ്സിൽ അല്ലെങ്കിൽ മിസ് തന്ന ആക്ടിവിറ്റി ശ്രദ്ധിച്ചു, ലിസണിങ് എന്നുള്ള നമ്മുടെ സ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്തു. അതേപോലെ ലിസണിങ് കഴിഞ്ഞിട്ട് എന്താണ്? സ്പീക്കിംഗ്. അപ്പോൾ നമുക്ക് സ്പീക്ക് എന്നുള്ള സംഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മനസ്സിൽ പറഞ്ഞു നോക്കും അല്ലേ, എന്നിട്ടാണ് നമ്മൾ സ്വന്തമായിട്ടുള്ള ആൻസേഴ്സ് എങ്ങനെയാണ് എപ്പോഴും വരിക, നമ്മൾ വെറുതെ അങ്ങോട്ട് ഇങ്ങനെ എഴുതി പോകല. ഇല്ല, നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ 2-3 പ്രാവശ്യം കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് പറഞ്ഞു നോക്കിയിട്ടേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, എഴുതത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സ്പീക്കിംഗ് എന്നുള്ള സ്കിൽ ഇംപ്രൂവ് ആവുകയാണ്. അതേപോലെ റീഡിങ്, നമ്മൾ എഴുതുന്നതിനോടൊപ്പം തന്നെ എന്തും ചെയ്യും, വായിക്കുകയും ചെയ്യും. അപ്പോൾ റീഡിംഗ് എന്നുള്ള സ്കിൽ ഇംപ്രൂവ് ആവും. അതേപോലെ ഫൈനലി റൈറ്റിംഗ്. അങ്ങനെ നമ്മുടെ ഈ 4 സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ടിവിറ്റീസ് തരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റീസ് തന്നെയാണ്, നോട്ട് ഫോർ യുവർ പാരൻസിനുള്ളതല്ല. ഓക്കെ, അപ്പോൾ മിസ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പാരൻസ് ആരെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വർക്ക്സ് സെൻഡ് ചെയ്തത് സമയത്ത് ഇപ്പോൾ എപ്പോൾ വർക്ക്സ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാലും പ്ലീസ് മെൻഷൻ യുവർ നെയിം ആൻഡ് ക്ലാസ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പല ക്ലാസ്സസിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് നമുക്കുള്ളത്. അപ്പോൾ എല്ലാവരുടെയും, നമ്മുടെ ഈ സ്കൂളിലുള്ള എല്ലാവരുടെയും നമ്പേഴ്സ് നമുക്ക് ഫോണിൽ സേവ് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു വർക്ക്സ് ഒരു പ്രാവശ്യം അയച്ചു തന്നു, പേര് എഴുതിയിട്ടാണ് അയച്ചു തന്നത്. പിന്നെ ഉള്ള വർക്ക്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പേര് നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം, സ്ക്രോൾ ചെയ്ത് ഏറ്റവും മേളിൽ പോയിട്ടാണ് ഇന്ന ആളാണ് അയച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുക. ചില പാരൻസ് എന്ത് ചെയ്യാറുണ്ട്, കറക്റ്റായിട്ട് എപ്പോൾ എന്ത് വർക്ക് ഇട്ടാലും അതിൻ്റെ താഴെ എല്ലാം കുട്ടികളുടെ പേര് എഴുതാറുണ്ട്. ഇപ്പം ഇന്നത്തെ ആക്ടിവിറ്റീസ് ഫുള്ള് സെൻഡ് ചെയ്തിട്ട് ഏറ്റവും താഴെ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ പേര് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയല്ലോ. അത് ഓരോ പേജിലും താഴെ ഇങ്ങനെ പേര്, ഇപ്പോൾ നുസാ ഫാത്തിമ ആണെങ്കിൽ നുസാ ഫാത്തിമ അങ്ങനെ വേണ്ട, എന്ത് ചെയ്താൽ മതി, നുസാ ഫാത്തിമ അങ്ങനെ ചെയ്തു എന്നല്ല മിസ് പറഞ്ഞത് കേട്ടോ. എക്സാമ്പിൾ 5ാം ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ പേര് പറഞ്ഞതന്നേ ഉള്ളൂ. ഓക്കെ, നുസാ നല്ല കുട്ടിയാണ് കേട്ടോ, നന്നായിട്ട് വർക്ക്സ് ഒക്കെ എപ്പോഴും കറക്റ്റായിട്ടൊക്കെ ചെയ്തു തരുന്ന കുട്ടിയാണ്. മിസ് അങ്ങനെ ആരെയും പേഴ്സണലി കണ്ടിട്ടില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് മിസ് പറയുന്നത്. പാരൻസ് ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ പാരൻസ് ആണ് സെൻഡ് ചെയ്ത് തരുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പാരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും പാരൻസിനോടും കൂടെ പറയാണ്, നിങ്ങൾ വർക്ക്സ് സെൻഡ് ചെയ്ത് തരുമ്പോൾ എന്ത് ചെയ്യുക, പ്ലീസ് ഡു മെൻഷൻ യുവർ കിഡ്സ് നെയിം. കുട്ടിയുടെ ക്ലാസ് മെൻഷൻ ചെയ്തില്ലെങ്കിലും പേര് എങ്ങനെയാണെങ്കിലും മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെയുള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫീഡ്ബാക്സ് കറക്റ്റായിട്ട് തരാൻ പറ്റത്തുള്ളൂ. ഓക്കെ,
അപ്പോൾ എക്സാംസ് ആണ്, എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയൊക്കെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഒത്തിരി നേരം ലാഗ് അടിപ്പിച്ചോ. എനിവേസ് പറയാനുള്ള കാര്യങ്ങളായിരുന്നു, അത് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ 5th സ്റ്റാൻഡേർഡിന് എപ്പോഴും പറയുന്ന കാര്യമാണ് ഹാൻഡ് റൈറ്റിംഗ്. പ്ലീസ് ഡു കീപ് യുവർ ഹാൻഡ് റൈറ്റിംഗ് ബെറ്റർ. ഓക്കെ, മിസ് പറയുന്ന അന്ന് മാത്രം കുറച്ച് നീറ്റായിട്ട് എഴുതി തരും, പിന്നെ അത് കഴിഞ്ഞിട്ട് പണ്ടത്തെ പോലാണ്. അങ്ങനെ പറ്റില്ല. എന്ത് ചെയ്യണം, എല്ലാവരുടെയും ഹാൻഡ് റൈറ്റിങ്സ് നല്ലതായിരിക്കണം. ഇപ്പം മിസ് ഇങ്ങനെ വീഡിയോയിൽ കൂടെ കണ്ട് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ നോട്ട്ബുക്ക് ചെക്കിങ്ങിന് നോട്ട്ബുക്ക് കൊണ്ടുവരുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് നീറ്റ് അല്ല, അല്ലെങ്കിൽ ഒരു ഭംഗിയില്ലാണ്ട് എഴുതിയേക്കണമെങ്കിൽ എന്ത് ചെയ്യില്ല, മിസ് മാർക്സ് തരില്ല. റീറൈറ്റ് ചെയ്യാൻ പറയും, വീണ്ടും എഴുതിക്കൊണ്ട് വരാൻ പറയും. ഓക്കെ, അതുകൊണ്ട് അതെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുന്നു വിശ്വസിക്കുന്നു. സോ വി വിൽ മൂവ് ഓൺ ടു ക്ലാസ്. സോ ദിസ് ഇസ് എ ന്യൂ ചാപ്റ്റർ. ഒരു ന്യൂ ചാപ്റ്റർ ആണ്, നല്ല ചാപ്റ്റർ ആണ്. ബാംബു കറി. എന്താണ് ചാപ്റ്ററിന്റെ നെയിം? എന്താണ് മക്കളെ? ബാംബു കറി. 5ാം ക്ലാസ്സുകാരുടെ എല്ലാം ഈറ്റിംഗ് ആണല്ലോ. ഫസ്റ്റ് ചാപ്റ്റർ ഐസ്ക്രീം മാൻ ആയിരുന്നു, സെക്കൻഡ് എന്തായിരുന്നു, വണ്ടർഫുൾ വേസ്റ്റ് അവിയലായിരുന്നു. ദെൻ നൗ ബാംബു കറി. ബാംബു വെച്ചിട്ട് കറി ഉണ്ടാക്കുന്നത്. ബാംബു എന്ന് വെച്ചാൽ എന്താണ്? മുളയാണ്. മുള വെച്ചിട്ട് കറി ഉണ്ടാക്കുന്നതാണ്. 5ാം ക്ലാസ്സുകാരെ മൊത്തത്തിൽ അങ്ങ് കുക്കിംഗ് സംഭവങ്ങളൊക്കെ പഠിപ്പിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയാണോ? അല്ല, കുക്കിങ്ങിനേക്കാൾ കൂടുതൽ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ബാംബു കറി. മുള വെച്ചിട്ടുള്ള കറിയാണ്. മുള നിങ്ങൾക്കറിയാമോ? ബാംബു ഈ സ്ക്രീനിൽ കാണുന്നതാണ് എന്ത്? മുള എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മുടെ ചൂരലൊക്കെ ഉണ്ടാക്കാൻ ഇതിൻ്റെ വേറൊരു ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. എനിവേസ്, സോ ബാംബു കറി. നമുക്കിനി ഒത്തിരി ലാഗ് അടിപ്പിക്കേണ്ട. വി വിൽ മൂവ് ഓൺ ടു ചാപ്റ്റർ. Have you ever eaten a dish made of bamboo? Let's read this picture story and find out which part of bamboo can be cooked and eaten. Have you ever eaten a dish made of bamboo? നിങ്ങൾ മുള വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഡിഷ്, ഒരു കറി നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ലെറ്റ്സ് റീഡ് ദിസ് പിക്ചർ സ്റ്റോറി. എന്നിട്ടൊരു നമുക്ക് പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതാണ് സ്റ്റോറി. ലെറ്റ്സ് ലിസൺ ടു ദിസ് സ്റ്റോറി. എന്നിട്ട് സ്റ്റോറി വായിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. വി ക്യാൻ ഫൈൻഡ് ഔട്ട് വിച്ച് പാർട്ട് ഓഫ് ദ ബാംബു ഇസ് ടേക്കൺ ഫോർ മേക്കിംഗ് ഫുഡ്. കറി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ ബാംബുവിൻ്റെ ഏത് പാർട്ടാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ചാപ്റ്റർ കഴിയുമ്പോൾ എന്ത് ചെയ്യും, മനസ്സിലാകും. ഓക്കെ. One day, the mother-in-law of a Santal bridegroom cooked a special dish for him when he visited her. One day, the mother-in-law of a Santal bridegroom cooked a special dish for him when he visited her. അപ്പോൾ എന്താണ്? ഒരു മദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ആരാ? അമ്മായിയമ്മയാണ്. അറിയാമോ അമ്മായിയമ്മ? നിങ്ങൾക്ക് അറിയാമല്ലേ, എല്ലാവർക്കും റിലേഷൻസ് ഒക്കെ അറിയാമല്ലോ. അമ്മായിയമ്മയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഹസ്ബൻഡിൻ്റെ അമ്മയാവാം, ഇല്ലെങ്കിൽ വൈഫിൻ്റെ അമ്മയാവാം, അമ്മായിയമ്മ. അപ്പോൾ ഈ അമ്മായിയമ്മ എന്ത് ചെയ്തു? ഒരു സാന്താൾ ബ്രൈഡ് ഗ്രൂം എന്ന് പറഞ്ഞൊരു ട്രൈബാണ്, ആദിവാസി ട്രൈബൽ ആൾക്കാരുള്ള ഒരു കാറ്റഗറിയാണ് എന്ത്, സാന്താൾ എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ അതിനകത്തൊരു ബ്രൈഡ് ഗ്രൂം, ഒരു ചെറുക്കനല്ലേ, നമ്മൾ എന്ത് പറയും, കല്യാണ ചെറുക്കൻ. കല്യാണമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ, പുതിയതായിട്ട് എന്ത് ചെയ്തു, വിരുന്നിന് വന്നതാണ്. വിരുന്നിന് വന്നപ്പോൾ ഒറ്റയ്ക്കാണ് കേട്ടോ വന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല, ഒറ്റയ്ക്ക് വന്നു. ആരെ കാണാൻ വേണ്ടിയിട്ട്? ഇൻലോസിനെ കാണാൻ വേണ്ടിയിട്ട്. ഈ മദർ ഇൻലോനെയും ഫാദർ ഇൻലോനെയും കാണാൻ വേണ്ടിയിട്ട് ആര് വന്നു? ഈ മരുമോൻ വന്നു, ബ്രൈഡ് ഗ്രൂം വന്നു. അപ്പോൾ ഈ സാന്താൾ ബ്രൈഡ് ഗ്രൂം വന്നപ്പോഴത്തേക്കും അമ്മായിയമ്മ, ഈ മദർ ഇൻലോ എന്തുണ്ടാക്കി കൊടുത്തു? എ ഡിഷ് ഫോർ ഹിം വെൻ ഹി വിസിറ്റഡ്. അപ്പോൾ സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുത്തു, ഒരു എന്താ പറയുക, ഒരു കറി ഉണ്ടാക്കി കൊടുത്തു. ദിസ് കറി ഈസ് ഡെലീഷ്യസ്. വാട്ട് ഈസ് ഇറ്റ്? ദ മദർ ഇൻ ലോ പോയിന്റഡ് അറ്റ് ദ ബാംബൂ ഡോർ. അപ്പോൾ എന്ത് പറഞ്ഞു? അപ്പം ഇതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആർക്കാ? നമ്മുടെ ബ്രൈഡ് ഗ്രൂമിന്, നമ്മുടെ ഈ ചെറുക്കന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കറി. പറഞ്ഞു ദിസ് കറി ഈസ് ഡെലീഷ്യസ്. ഈ കറി എന്തുണ്ട്? നല്ല അടിപൊളി, നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. വാട്ട് ഈസ് ഇറ്റ്? ഇതെന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു. ദ മദർ ഇൻ ലോ പോയിന്റഡ് അറ്റ് ദ ബാംബൂ ഡോർ. അപ്പോൾ എന്ത് ചെയ്തു? ഈ ട്രൈബൽ ആൾക്കാരാണല്ലേ, ട്രൈബൽ ഈ ആദിവാസി ആൾക്കാരുടെ വീടുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കോമൺലി ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ബാംബൂസ്. മുളകളാണ്. അവിടെ കാടുകളിൽ ഒത്തിരി മുളകൾ ഉണ്ടാവില്ലേ, അപ്പോൾ മുളകൾ വെച്ചിട്ടാണ് ഇവരുടെ വീടുകളാണെങ്കിലും ഒത്തിരി സാധനങ്ങൾ, ഇവരിയ്ക്കുന്ന ബെഞ്ചസ് ആണെങ്കിലും എല്ലാം മുള വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവരുടെ പാത്രങ്ങൾ, ഗ്ലാസ്, അങ്ങനെ എല്ലാത്തിനും എന്തുണ്ടാവും? ഒരു മുളയുടെ ടച്ച് ഉണ്ട്, ഒരു ബാംബൂ ടച്ച് ഉണ്ടാവും.
അപ്പോൾ എല്ലാം ആ ഒരു ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്തു, അവരുടെ ഡോർ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ബാമ്പു വെച്ചിട്ട്, മുള വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഹായ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഈ കറിക്ക്, നല്ല ഇതായിട്ടുണ്ട്, എന്ത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ മദർ ഇൻ ലോ എന്ത് ചെയ്തു, പോയിന്റ് ചെയ്തു, ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. എന്താ ചൂണ്ടിക്കാണിച്ചത്, അവരുടെ ബാമ്പു ഡോറ്, മുള വെച്ചിട്ടുണ്ടാക്കി അവരുടെ ഡോറ് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചു. Next morning, just as he was about to leave, he remembered that there was no bamboo in his village. അപ്പോൾ പിറ്റേ ദിവസം നെക്സ്റ്റ് മോർണിംഗ് ആയി എന്ത് ചെയ്തു, ജസ്റ്റ് ആസ് ഹി വാസ് അബൌട്ട് ടു ലീവ്, അയാൾ എന്ത് ചെയ്യാൻ പോവാണ്, ആ മദർ ഇൻ ലോനെയൊക്കെ കണ്ട് സന്തോഷമായി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാണ്. തിരിച്ചു പോകാൻ പോകുമ്പോൾ ഹി റിമെമ്പേർഡ്, അവൻ ഓർത്തു. റിമെമ്പർ എന്ന് വെച്ചാൽ എന്താ, ഓർക്കുക. റിമെമ്പറിന്റെ ഓപ്പോസിറ്റ് എന്താണ്, മറക്കുക, ഫോർഗെറ്റ്. അപ്പോൾ റിമെമ്പർ, ഫോർഗെറ്റ്. അപ്പോൾ ഇതെന്താ, റിമെമ്പേർഡ്, ഓർത്തു. എന്താ ഓർത്തത്, ദാറ്റ് ദെയർ വാസ് നോ ബാംബു ഇൻ ഹിസ് വില്ലേജ്. അയാളുടെ വില്ലേജിൽ എന്തില്ല, ഗ്രാമത്തിൽ എന്തില്ല, ബാംബു ഇല്ല, മുളയില്ലാത്തൊരു ഗ്രാമത്തിലാണ് ആര് താമസിക്കുന്നത്, നമ്മുടെ ഈ ശാന്താൾ ബ്രൈഡ് ഗ്രൂം താമസിക്കുന്നത്. അപ്പോൾ സോ ഹി റിമൂവ് ദ ബാംബു ഡോർ ആൻഡ് ക്യാരിയിങ് ഇറ്റ് വിത്ത് ഹിം ലെഫ്റ്റ് ഫോർ ഹിസ് ഹോം. അപ്പോൾ എന്ത് ചെയ്തു, ആ മുളയില്ല, ഇനി ചെന്നിട്ട് വൈഫിനെ കൊണ്ട് കറി വെപ്പിക്കണമെങ്കിൽ എന്ത് വേണം, മുള വേണ്ടേ. അപ്പോൾ മുള ഇല്ലാതുകൊണ്ട് എന്ത് ചെയ്തു, നൈസായിട്ട് ഈ മദർ ഇൻ ലോയുടെ വീടിൻ്റെ ബാംബു ഡോർ ഉണ്ടല്ലോ, അതങ്ങ് ഇളക്കിക്കൊണ്ട് അങ്ങ് ആള് പോന്നു. സോ ഹി റിമൂവ് ദ ബാംബു ഡോർ ആൻഡ് ക്യാരിയിങ് ഇറ്റ് വിത്ത് ഹിം ലെഫ്റ്റ് ഫോർ ഹിസ് ഹോം. അതും പൊക്കി എടുത്തിട്ട് എങ്ങോട്ട് പോയി, വീട്ടിലേക്ക് പോയി. ഓൺ റീച്ചിങ് ഹിസ് വില്ലേജ് ഹി ടോൾഡ് ഹിസ് വൈഫ് മേക്ക് കറി വിത്ത് ഹിസ് ബാംബു ഡോർ. അങ്ങനെ വീട്ടിലെത്തി, റീച്ചിങ് ഹിസ് വില്ലേജ്, ഗ്രാമത്തിലെത്തി. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് വൈഫിനോട് പറഞ്ഞു, ഹി ടോൾഡ് ഹിസ് വൈഫിനോട് എന്താ പറഞ്ഞത്, മേക്ക് കറി വിത്ത് ദിസ് ബാംബു ഡോർ. ഈ ബാംബു ഡോർ വെച്ചിട്ട് എന്ത് ചെയ്യ, വേഗം കറി ഉണ്ടാക്ക്. ഷീ വാസ് ഷോക്ക്ഡ്, ഹൗ ക്യാൻ ഐ മേക്ക് കറി ഔട്ട് ഓഫ് എ ബാംബു ഡോർ. അപ്പോൾ ഈ വൈഫ് ശരിക്കും ഷോക്കായി പോയി. അപ്പോൾ വൈഫ് എന്താ ചോദിക്കുന്നത്, ഹൗ ക്യാൻ ഐ മേക്ക് കറി വിത്ത് ദിസ് ബാംബു ഡോർ, ഞാൻ ഈ ബാംബു ഡോർ, ഈ മുളയുടെ ഈ ഡോർ വെച്ചിട്ട് ഞാൻ എങ്ങനെ കറി ഉണ്ടാക്കാനാ, എനിക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഹൗ, എങ്ങനെ. അപ്പോൾ ബ്രൈഡ് ഗ്രൂം എന്താ പറയണേ, ചെറുക്കൻ എന്താ പറയുന്നതെന്നറിയോ, കം ഐ വിൽ ഹെൽപ്പ് യു ബൈ ചോപ്പിംഗ് അപ്പ് ദ ബാംബു, ഹി സെഡ്. വാ, ഞാനൊരു കാര്യം ചെയ്യാം, കം വാ, ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. എന്തിന്, ഈ ബാംബു ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചോപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞായിട്ട് മുറിക്കില്ല, നമ്മൾ സവാളയൊക്കെ ചോപ്പ് ചെയ്യാന്ന് പറയില്ലേ, കുഞ്ഞായിട്ട് കുഞ്ഞുകുഞ്ഞാ മുറിക്കാനാണ് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഹിസ് വൈഫ് ബോയിൽഡ് ഇറ്റ് ആൻഡ് ബോയിൽഡ് ഇറ്റ്. ലേറ്റർ വെൻ ഹർ ഹസ്ബൻഡ് ടേസ്റ്റഡ് ഇറ്റ് ഹി സെഡ് ഇറ്റ്സ് ടു ഹാർഡ് ടു ഈറ്റ്, യു ഡോണ്ട് നോ ഹൗ ടു കുക്ക്. അങ്ങനെ എന്ത് ചെയ്തു, അത് കുനുകുനാന്ന് അരിഞ്ഞു കൊടുത്തു, നമ്മുടെ ഈ ചെറുക്കൻ അരിഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും വൈഫ് അതിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചു, പിന്നെയും തിളപ്പിച്ചു. ബോയിൽഡ് ഇറ്റ് ആൻഡ് ബോയിൽഡ് ഇറ്റ്, പിന്നെയും തിളപ്പിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, ലേറ്റർ അതെല്ലാം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എന്താണ്, ഇറ്റ്സ് ടു ഹാർഡ് ടു ഈറ്റ്. ഈ മുളയുടെ കമ്പ് തിളപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്ത് സംഭവിക്കാനായി, വിൽ ഇറ്റ് ബി സോഫ്റ്റ്, അതങ്ങനെ സോഫ്റ്റ് ഒന്നും ആവില്ല, നല്ല ഹാർഡ് ആയിക്കൊണ്ടിരിക്കും, തിളപ്പിക്കുന്നതോറും ഹാർഡ് ആയിക്കൊണ്ടിരിക്കും. ടു ഹാർഡ് ടു ഈറ്റ്. അപ്പം അത് കഴിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇറ്റ്സ് ടു ഹാർഡ് ടു ഈറ്റ്, ഇത് എന്താണ്, ഇത് ഭയങ്കര കട്ടിയാണല്ലോ, തിന്നാൻ പറ്റുന്നില്ലല്ലോ. യു ഡോണ്ട് നോ ഹൗ ടു കുക്ക്, നിനക്ക് ഒരു വകയും കുക്ക് ചെയ്യാൻ അറിയത്തില്ല, നിനക്ക് കുക്ക് ചെയ്യാനേ അറിയത്തില്ല, ഇത് കണ്ട് എനിക്ക് തിന്നാൻ പോലും പറ്റുന്നില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ടു ഹാർഡ്, ഇത് ഭയങ്കര ഹാർഡാണ്, ഭയങ്കര കട്ടിയുള്ളതാണ്, നോട്ട് സോഫ്റ്റ്. ഹിസ് വൈഫ് ആഡഡ് മോർ വാട്ടർ ആൻഡ് ബോയിൽഡ് ഇറ്റ്. അപ്പോൾ എന്ത് ചെയ്തു, വൈഫിന് അങ്ങ് ഭയങ്കര ഇതായിപ്പോയി അല്ലേ. ഹസ്ബൻഡ്സിന് ഉണ്ടാക്കി കൊടുക്കും, ഹസ്ബൻഡ്സിനെന്നല്ല, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് അത് കൊള്ളത്തില്ല, ടേസ്റ്റ് അത്ര സുഖിച്ചില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും, പേഴ്സണലി നമുക്കൊരു ഭയങ്കര വിഷമമായിരിക്കും അല്ലേ. അപ്പോൾ ആ സെയിം കാര്യം തന്നെ വൈഫിനും വന്നു. എന്ന് വെച്ചാൽ വൈഫ് നല്ലോണം കുക്ക് ചെയ്യുന്ന ആളാണ്, പക്ഷേ ഈ ബാംബു ഡോർ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, വൈഫ് ഇതുവരെ കറി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് ഒന്നും കുക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കണമല്ലോ, ആ ധാരണ മാറ്റണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി എന്ത് ചെയ്തു, ഷീ ആഡഡ് വാട്ടർ. ഇനി എന്ത് ചെയ്തു, വെള്ളം ഒഴിച്ചു. എന്നിട്ട് പിന്നെയും ഷീ ബോയിൽഡ് ഇറ്റ്, പിന്നെയും തിളപ്പിച്ചു. അപ്പോൾ എന്ത് പറ്റി, ഇറ്റ്സ് സ്റ്റിൽ ടു ഹാർഡ്, ഐ കാൺ ഈറ്റ് ഇറ്റ്. ഇത് തിളപ്പിക്കുന്നതോറും എന്തായിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെയും നല്ല കട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ഹാർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറഞ്ഞു, ഇറ്റ്സ് ടു ഹാർഡ്, ഐ കാൺട്ട് ഈറ്റ് ഇറ്റ്. ഇത് ഭയങ്കര കട്ടിയാണ്, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല. Then the in-laws came to visit the young couple that evening. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, മോളെയും മരുമോനെയും കാണാൻ വേണ്ടിയിട്ട് ഇൻലോസ് വന്നു. ആരാണ്, ഈ അമ്മായിയമ്മയും അച്ഛനും കൂടെ ഇവിടെ വന്നു, മോളുടെ വീട്ടിൽ വന്നു, ഈ ചെറുക്കൻ്റെ വീട്ടിൽ വന്നു. ദേ ഓൾ ലാഫ്ഡ് അറ്റ് ഹിസ് ഫോളിഷ്നെസ്. അപ്പോൾ ഈ കഥ കേട്ടപ്പോഴത്തേക്കും ദേ ഓൾ ലാഫ്ഡ്, അവരെല്ലാം കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി, കിടന്ന് ചിരിക്കാൻ തുടങ്ങി. ദേ ലാഫ്ഡ്, അവർ ചിരിക്കാൻ തുടങ്ങി അവൻ്റെ ഈ പൊട്ടത്തരം, ഫോളിഷ്നെസ്, മണ്ടത്തരം കേട്ടിട്ട്.
The mother-in-law said, "Didn't you know the curry was made from bamboo shoot and not from a bamboo door?" അപ്പം മദറിൻലോ ചിരിച്ചോണ്ട് എന്താ പറയുന്നത്, നിനക്കറിയില്ലേ ഈ കറി ഉണ്ടാക്കുന്നത് എന്തിന്നാണ്? ബാംബു ഷൂട്ടിൽ നിന്നാണ്, അല്ലാണ്ട് ബാംബു ഡോറിൽ നിന്നല്ല. ബാംബുവിൻ്റെ ഈ വലിയ കമ്പ് എന്നല്ല ഇത് ഉണ്ടാക്കുന്നത്. അതിന് പകരം ബാംബുവിൻ്റെ ഷൂട്ടുണ്ട്. ഷൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിളുത്ത് വരുന്ന ആവശ്യമില്ലേ, കിളുത്ത് ഇങ്ങനെ വരുന്ന അങ്ങനെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്. അത് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. നോട്ട് ഫ്രം ദ ബാംബു ഡോർ. ഈ ഡോറ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും കറി ഉണ്ടാക്കാൻ പറ്റില്ല. ബാംബുവിൻ്റെ എന്ത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ? ഷൂട്ട് വെച്ചിട്ട്. ഷൂട്ടിൻ്റെ പിക്ചർ ഇതാണ്. അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി? ബ്രൈഡ് ഗ്രൂമിനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അതാണ് ഒരു സന്താൾ ഫോക്ക് ടെയിലാണ്, ഒരു നാടൻ കഥയാണ്. എന്താ ഈ ട്രൈബ്സിൻ്റെ ഇടയിലുള്ളൊരു കഥയാണ്. ഇത് റിയലി നടന്ന കഥയാണോ എന്ന് എനിക്കറിയില്ല. റിയലി നടന്ന കഥയാണെങ്കിൽ മരുമോൻ ഈ ഡോറും പൊക്കിക്കൊണ്ട് പോകാൻ നേരത്ത് അല്ലേ ഇൻലോയൊക്കെ വന്ന് ചോദിക്കുകയായിരിക്കും. ചിലപ്പോൾ ഡോറ് ചോദിക്കാനായിരിക്കും അവർ വന്നത്. എനിവേയ്സ്, അപ്പോൾ നല്ല ചാപ്റ്റർ ആയിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വായിക്കണം. ഓക്കെ, എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പറയുന്നത് എന്താ മക്കളെ, എല്ലാവരും വായിക്കുന്നില്ല. കുറേ പേരൻസ് വിളിച്ചിട്ട് പറഞ്ഞു വായിക്കുന്നില്ല, പഠിക്കുന്നില്ല, ക്ലാസ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമല്ലേ? നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ക്ലാസ്സൊക്കെ എടുത്തിടുന്നത്? മിസ്സിന് തന്നെ ഒന്നുകൂടെ കാണാനാണോ? വ്യൂസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാനാണോ? അല്ല, നിങ്ങൾ കാണണം, നിങ്ങൾ പഠിക്കണം. അതിന് വേണ്ടിയിട്ടല്ലേ ഇത്രയും കിടന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്യണം? എല്ലാവരും കറക്റ്റായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ബാക്കി ആക്ടിവിറ്റീസും പിന്നെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്. താങ്ക് യു.